വ്യക്തമാണ്. ഡോക്ടർ ജിജോ പി ഉലഹന്നാൻ ഇവിടെ രണ്ട് അതിഥികളും പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇന്ത്യക്കുള്ള സാധ്യതകൾ, അവസരങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത്. എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം ചെയ്യാൻ പോകുന്നതിന്റെ ആദ്യ സൂചനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സെമി കണ്ടക്ടർ മേഖലയിൽ, ഹാർഡ്വെയറിലൊക്കെ ഇന്ത്യയുടെ സാധ്യതകൾ, വലിയ നിക്ഷേപമൊക്കെ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് പിന്നാലെ ഈ മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ കേരളമടക്കം ഈ ഒരു വിഷയത്തിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്നൊരു സമയമാണ്. ഈ സമയത്ത് എന്താണ് ഈ ഒരു ഉച്ചകോടിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു ഊർജ്ജം എന്താണ്? താങ്കൾ എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? തീർച്ചയായും ഇന്ത്യക്ക് ഇത് വലിയൊരു അവസരമാണ്. ഒരു 10 വർഷം മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2015 ചൈനയുടെ മെയ്ഡ് ഇൻ ചൈന പോളിസി മുന്നോട്ട് വരുന്നത്. അവരുടെ ലക്ഷ്യം 2025 ചൈനയെ ടെക് സാങ്കേതികവിദ്യാ മേഖലയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കൺട്രി ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഏതാണ്ട് $1.5 ട്രില്യൺ അവർ അതിനുവേണ്ടി മാറ്റിവെച്ചത്. 2020 ആയപ്പോൾ അവർ അതിന്റെ ഏകദേശം പകുതിയോളം ചെലവഴിക്കുകയും ചെയ്തു. അതിലെ അവരുടെ ഒരു പ്രധാന മേഖല ആയി മാറ്റിവെച്ചിരുന്നത് AI അവർക്കുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനായിട്ട് അവര് രാജ്യത്തിന്റെ പ്രധാന ഫോക്കസ് അവിടെ വന്നതോടുകൂടി ധാരാളം പേറ്റന്റുകളും ഒക്കെ അതിൽ വരികയും ഈ വർഷം നമ്മൾ കണ്ട മുന്നേറ്റങ്ങൾ അവർ നടത്തുകയും ചെയ്തു. അതിന് അവർക്ക് നിരവധി പോരായ്മകളുണ്ടായിരുന്നു. അപ്പൊ ആ പോരായ്മകൾ അവരെങ്ങനെ മറികടന്നു എന്നുള്ളത് നമുക്കും വലിയൊരു പാഠമാണ്. അപ്പൊ ഇന്ത്യ സെമി കണ്ടക്ടർ മേഖലയിലും AI മേഖലയിലും കാര്യമായ മുന്നേറ്റം ഇതുവരെ ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണെങ്കിൽ പോലും നമുക്ക് ഈ പാഠത്തിൽ നിന്നും അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ ഗുജറാത്തിലും ആസാമിലും സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷനായിട്ട് വലിയ 2 ഫാക്ടറികൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സെമി കണ്ടക്ടർ ചിപ്പ് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ CPU അല്ലെങ്കിൽ GPU ചിപ്പിനകത്ത് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്ററിന്റെ വലിപ്പം കുറഞ്ഞ് ഏകദേശം 5 നാനോമീറ്റർ 3 നാനോമീറ്റർ ഒക്കെ ആയിട്ടുണ്ട് പ്രധാന കമ്പനികൾ ഉണ്ടാക്കുന്ന വലിയ വില കൂടിയ ചിപ്പുകളിൽ. എന്നാൽ നമ്മൾ 28 നാനോമീറ്ററിന്റെ ചിപ്പാണ് ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ സാങ്കേതിക വിദ്യാ മേഖലയ്ക്ക് വലിയൊരു മുന്നേറ്റമായിരിക്കും അത് നൽകുക. വ്യക്തമാണ്. ചിപ്പിനൊപ്പം തന്നെ നമുക്ക് തീർച്ചയായും സാർ പൂർത്തിയാക്കാം, തുടരാം സാർ. ഓക്കെ. ചിപ്പിനൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള മനുഷ്യ വിഭവശേഷി, അതായത് ധാരാളം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ലോകമെമ്പാടും ഇന്ത്യയിൽ നിന്നും ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടി അറിവുകൾ ചേർത്ത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിച്ച് തീർച്ചയായും നമ്മുടേതായ ലാർജ് ലാംഗ്വേജ് മോഡലുകളും എന്നാൽ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ ആവശ്യമുള്ള സ്മോൾ ലാംഗ്വേജ് മോഡലുകളും ഒക്കെ ചെയ്യാൻ സാധിക്കും. സർക്കാർ സഹായവും ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ വരുന്നതും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് അജ്മൽ, ഇന്ത്യയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ എന്നുള്ളത് വളരെ ലാർജ് ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ്. എനിക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള, ഇവിടെ ഓൾറെഡി ജിജോ സാറും അതേപോലെ തന്നെ അച്യുത് സാറും രോഹിത് സാറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്യണമെന്ന് തോന്നിയ ഒരു 2-3 പോയിന്റുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന്, ഇത്തരം ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ChatGPT അല്ലെങ്കിൽ DeepSeek പോലത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI മോഡൽസ് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ വരുന്ന കോസ്റ്റ് ആണ്. അപ്പൊ അവിടെ വലിയ GPU ക്ലസ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. ഒരുപാട് GPUs ആവശ്യമുണ്ട്. ഈ GPUs ഇപ്പോൾ ഹൈലി കോസ്റ്റ്ലി ആണ്. NVIDIAയുടെ അടുത്താണ് ഇതിന്റെ ഒരു കുത്തക ആക്ച്വലി ഇപ്പോൾ വേൾഡിലുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ OpenAI പോലൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ പോലും അതും ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടല്ല റൺ ചെയ്യുന്നത്. ഇത്രയധികം സബ്സ്ക്രിപ്ഷൻസ് അവർക്ക് വേൾഡ് വൈഡ് ഉണ്ടെങ്കിൽ പോലും. കാരണം ഈ കാൽക്കുലേഷൻസ് എന്നുള്ളത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ളത് അവർക്ക് ഇത്തരം മോഡൽസ് ഡിപ്ലോയ് ചെയ്യാവുന്ന, മോഡൽസ് ട്രെയിൻ ചെയ്യാവുന്ന, ഇൻഫറൻസ് നടത്താവുന്ന GPU ക്ലസ്റ്റേഴ്സ് മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ആവശ്യം.
രണ്ടാമത്തത് വാട്ട് ഈസ് ഗോയിങ് ടു ബി പിക്. മുമ്പ് കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 2 ഡീക്കേഡ്സ് ആയിക്കൊണ്ട് ഇന്ത്യ IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി IT സർവീസസ് രംഗത്താണ് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുള്ളത്. ഇനി ആ ഒരു മോഡൽ മാറാൻ പോവുകയാണ്. ഇനി AI ഏജൻസിന്റെ കാലമാണ് എന്നുള്ളതാണ് Y Combinator അടക്കമുള്ള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസ് പറയുന്നത്. ഇന്ന് Y Combinatorന്റെ ഒരു വീഡിയോയിൽ കണ്ടത് അറൌണ്ട് 10x SaaS സോഫ്റ്റ്വെയർ സിസ്റ്റത്തെക്കാൾ ഒരു 10x മാർക്കറ്റ് സൈസ് ആണ് നമുക്ക് AI ഏജൻസിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ LLMs പ്ലസ് ഒരു ആക്ഷനബിൾ ടൂൾസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ AI ഏജൻസി പല മേഖലകളിൽ നമ്മുടെ പല സർവീസുകളിൽ പല പ്രൊഡക്റ്റുകളിലൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യക്ക് വലിയ സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ AI റിസർച്ച് രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതകൾ ആസ് ഓഫ് നൗ വളരെ കുറവാണ്. നമ്മൾ എക്സെപ്റ്റ് ഫോർ ഫ്യൂ IITs ആൻഡ് NITs നമ്മൾ നല്ല റിസർച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഉള്ള റിസർച്ചേഴ്സിൽ തന്നെ വലിയൊരു വിഭാഗം ഇന്ത്യക്ക് പുറത്തു പോയിട്ടാണ് AI പഠിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോവർ ലെവലിൽ തന്നെ ഒരു മാത്ത് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും പോവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AI എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് AI മോഡൽസിൽ മാത്രം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ അതേപോലെ നമുക്ക് സോഷ്യോളജിസ്റ്റുകളെയൊക്കെ നമുക്ക് വേണ്ടതുണ്ട്. നമുക്ക് ലാംഗ്വേജ് മോഡൽസ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കരിയർ മേഖലകളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരു ബേസിക് AI ഫൗണ്ടേഷണൽ കോഴ്സുകളും അതിനുള്ള സാധ്യതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് OpenAI അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി ഇത്തരം കമ്പനീസിലൊക്കെ ഫൗണ്ടേഴ്സ് ആയിട്ടുണ്ട്. പെർപ്ലെക്സിറ്റിയുടെ ഫൗണ്ടർ അരവിന്ദ് ശ്രീനിവാസ് ഇന്ത്യക്കാരനാണ്, IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുടെ ഒരു കൺസോർഷ്യം ഫോം ചെയ്ത് ഇതിനുള്ള പോളിസീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നിടത്ത് അതും വളരെ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിരിക്കണം ഈ പോളിസീസ് എന്നുള്ളത്. കാരണം പുതിയ മേഖലയാണ്, ചേഞ്ചസ് നിരന്തരം ഈ എക്കോസിസ്റ്റത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം പോളിസീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നിടത്തും ഗവൺമെന്റ് ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ട് കൂടി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ.